ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയാൽ കഴുകേണമെന്ന് എന്നെ എൻ്റെ പൊന്നു കർത്താവെ എന്ന ഈരടികൾ ആലപിക്കുമ്പോഴും, നമ്മുടെ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് നമ്മളുടെ വീട്ടിലെ ആ നടയിൽ മുൾമുടി അടിഞ്ഞു നിൽക്കുന്ന ആ തിരുഹൃദയത്തിൻ്റെ രൂപത്തെ ഒന്ന് നോക്കുമ്പോൾ, കരുണ കൊന്ത ചെല്ലുന്ന ആ കാടിൽ തൻ്റെ ഹൃദയത്തിൽ നിന്നും രക്തവും ജലവും ഒരു പ്രകാശമെന്ന പോലെ നമ്മളിലേക്ക് ചൊരിയുന്ന ആ യേശുവിൻ്റെ ഹൃദയത്തെ ഒന്ന് കാണുമ്പോൾ മനസ്സിലേക്ക് ഒരു ബോധ്യം പോലെ വരുന്നത്, എനിക്ക് വേണ്ടി ഇത്രത്തോളം സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി ഇത്രത്തോളം സഹിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ടല്ലോ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യമുണ്ട്. തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് തൻ്റെ ഏകജാതനെ അയക്കാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ഒരു ദൈവത്തിൻ്റെ ഓർമ്മയാണ് നമ്മൾ ഓരോ തിരുഹൃദയ തിരുനാളിൻ്റെ അന്നും ആഘോഷിക്കുന്നത്. തിരുഹൃദയ തിരുനാളിൻ്റെ ഒരുക്കത്തിനായിട്ടുള്ള ഈ ധ്യാന ചിന്തകളിലേക്ക് കടക്കുമ്പോൾ ആദ്യത്തെ ദിവസമായി ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഈശോയുടെ തിരുഹൃദയം ദൈവവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ. ബൈബിളിൽ ഹൃദയമെന്ന വാക്ക് 1000-ലധികം തവണ ഉപയോഗിച്ചിട്ടുണ്ട്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 36-ാം അധ്യായത്തിൽ ഒരു പുതിയ ഹൃദയം നിനക്ക് ഞാൻ നൽകുമെന്ന ദൈവത്തിൻ്റെ വാഗ്ദാനവും, സങ്കീർത്തനം 51-ൽ ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന ദാവീദിൻ്റെ പ്രാർത്ഥനയും, മറിയം താൻ അനുഭവിച്ച കാര്യങ്ങളെല്ലാം തൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു, ആ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്ന ശിമയോൻ്റെ പ്രവചനവും, നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ഓരോ യഹൂദനും എല്ലാ ദിവസവും 2 പ്രാവശ്യം ആവർത്തിക്കുന്ന ഷെമ്മ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക എന്ന ഓർമ്മപ്പെടുത്തലും, അങ്ങനെ ബൈബിളിൽ പല സാഹചര്യങ്ങളിലായിട്ട് ഹൃദയം വളരെ പ്രധാനപ്പെട്ടതായിട്ട് കാണപ്പെടുന്ന ഒരു ഘടകമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ് ഈ ഹൃദയം? വചനത്തിൽ ഉപയോഗിക്കുന്ന ഹൃദയത്തിനുള്ള വാക്ക് ഹെബ്രായ ഭാഷയിൽ ലേവ് എന്നാണ്. ഈ വാക്കിൻ്റെ അർത്ഥം സാധാരണ മാംസളമായ ഒരു ശാരീരികമായ ഒരു ഹൃദയമല്ല. ഇന്ന് നമുക്ക് പലപ്പോഴും വേർതിരിവുകളുണ്ട്. ഒരു ശാരീരികമായ ഹൃദയം, ഒരു ബുദ്ധി, അതുപോലെ തന്നെ ഒരു മനസ്സ് എന്ന വേർതിരിവുണ്ട്. പക്ഷേ യഹൂദ പാരമ്പര്യത്തിൽ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നായിട്ടാണ് മനുഷ്യൻ്റെ ഹൃദയത്തെ കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഹൃദയമെന്നാൽ ഒരാളുടെ ജീവൻ്റെ ഉറവിടമാണ്, അയാളുടെ ഏറ്റവും അധികം വികാരങ്ങളുടെ ഒരു സ്ഥലമാണ്, തൻ്റെ തീരുമാനങ്ങളെടുക്കുന്ന യുക്തിയുടെ ആലയമാണ്, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉൾക്കൊള്ളുന്നതാണ്. അങ്ങനെയെങ്കിൽ ഹൃദയമെന്നാൽ ഒരു മനുഷ്യൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായുള്ള, അയാളുടെ അസ്തിത്വത്തിൻ്റെ, അയാളുടെ ജീവൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കേന്ദ്രബിന്ദുവായിട്ട് നിൽക്കുന്ന ഒരു ഘടകമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ചോദ്യം ഇതാണ്, മനുഷ്യനല്ലാത്ത ദൈവത്തിന് ഒരു ഹൃദയമുണ്ടോ? വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തെപ്പറ്റി പരാമർശിക്കുന്ന പല വചനഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഹോശിയ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ എഫ്രൈമേ, ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും, എൻ്റെ ഹൃദയം അതിന് എന്നെ വിലക്കുന്നു എന്ന് പറയുന്ന ഒരു കരുണാർദ്രമായ, ഒരു അനുകമ്പയുള്ള ഒരു ദൈവത്തിൻ്റെ ഹൃദയത്തെ നമുക്കവിടെ കാണാൻ സാധിക്കും. സാമുവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകത്തിൽ സാമുവേലിനെ വിളിക്കുന്ന അവസരത്തിൽ കർത്താവ് ഏലിയോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്, എൻ്റെ ഹൃദയാഭിലാഷത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ്റെ കുടുംബത്തെ ഞാൻ നിലനിർത്തുമെന്ന് ഒരു വാഗ്ദാനം നൽകുന്ന, ഒരു നയിക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയത്തെ നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ 13-ാം അധ്യായം 22-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഇസ്രായേൽ ജനം ഒരു രാജാവിനെ ആവശ്യപ്പെടുമ്പോൾ ജെസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടു എന്ന് പറയുന്ന ഒരു അപ്പൻ്റെ സ്നേഹം നൽകുന്ന, ഒരു കരുണയുള്ള ഒരു പിതാവിൻ്റെ, ഒരു ദൈവത്തിൻ്റെ ഹൃദയത്തെ നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തെ പരാമർശിക്കുന്ന പല വചനഭാഗങ്ങളും നമുക്ക് വായിച്ചെടുക്കാം. അങ്ങനെയെങ്കിൽ മനുഷ്യൻ്റെ ഹൃദയത്തോട് എവിടെയോ സാമ്യം പുലർത്തുന്ന ഒരു ദൈവത്തിൻ്റെ ഹൃദയം. വിശുദ്ധ അക്വീനാസ് എന്താണ് ദൈവം, ആരാണ് ദൈവം എന്ന ചോദ്യത്തിന് നൽകിയ ഉത്തരം ഇതായിരുന്നു, മനുഷ്യൻ്റെ അവസ്ഥ, നമ്മളായിരിക്കുന്ന അവസ്ഥയുടെ പൂർണ്ണതയാണ് ദൈവമെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ മനുഷ്യൻ്റെ സാധാരണ ഹൃദയത്തിലുള്ള അതേ വികാരങ്ങളും അതേ യുക്തികളും അതേ ചിന്തകളുടെയും പൂർണ്ണതയാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ളത്. ഇത് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നത് സുവിശേഷത്തിലെ മനുഷ്യ അവതാരം ചെയ്ത ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെയാണ്.
മത്തായി എഴുതിയ സുവിശേഷം 11 അധ്യായത്തിൽ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാനൊരു വിനീത ഹൃദയനാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു ക്രിസ്തുവുണ്ട്. മത്തായിയുടെ സുവിശേഷം 9 അധ്യായത്തിൽ തൻ്റെ അടുത്തേക്ക് വരുന്ന ജനക്കൂട്ടത്തെ കണ്ട് ഇടയനില്ലാത്ത ആടുകളെയായ ഇവരെ ഓർത്ത് അനുകമ്പയോടുകൂടെ സഹതപിക്കുന്ന ഒരു ക്രിസ്തുവുണ്ട്. മത്തായിയുടെ സുവിശേഷം 21 അധ്യായത്തിൽ ദേവാലയത്തിൽ കച്ചവടം ചെയ്യുന്നവരെ ആട്ടിപ്പുറത്താക്കിക്കൊണ്ട് തൻ്റെ പിതാവിൻ്റെ ഭവനം അശുദ്ധമാക്കുന്നവർക്കെതിരെ തിരിയുന്ന ഒരു അവകാശിയുടെ ഹൃദയമുള്ള ഒരു ക്രിസ്തുവിനെ നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11 അധ്യായം 36 വാക്യത്തിൽ തൻ്റെ സ്നേഹിതനായ ലാസറിൻ്റെ ശവകുടീരത്തിൽ ചെന്നുകൊണ്ട് ഒരു സാധാരണ മനുഷ്യനെ പോലെ കരയുന്ന ഒരു സ്നേഹമുള്ള ഒരു സ്നേഹിതൻ്റെ ഹൃദയമുള്ള ഒരു ക്രിസ്തുവുണ്ട്. ലൂക്ക എഴുതിയ സുവിശേഷം 19 അധ്യായം 41 വാക്യത്തിൽ ജെറുസലേം നഗരത്തെ ഓർത്ത് വിലപിക്കുന്ന, താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായ ആളുകൾ തന്നിൽ നിന്നും അകന്നു പോകുന്നതിനെ ഓർത്ത് വിലപിക്കുന്ന, സങ്കടപ്പെടുന്ന ഒരപ്പൻ്റെ കരുണാർദ്രമായ ഒരു ഹൃദയം ഉൾക്കൊള്ളുന്ന ഒരു ക്രിസ്തുവുണ്ട്. ഇങ്ങനെ മനുഷ്യൻ്റെ വിചാരങ്ങളുടെ പൂർണ്ണതയായി നിൽക്കുന്ന ഒരു തിരുഹൃദയത്തെ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. എന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഹൃദയമുണ്ടല്ലോ എന്ന്. പക്ഷേ നമ്മളെ ഇത്രയേറെയും സ്നേഹിക്കുന്ന ഒരു തിരുഹൃദയത്തിൻ്റെ പ്രകാശത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും നമ്മളുടെ ഹൃദയങ്ങൾ എവിടേക്കോ കല്ലായി മാറുന്നില്ലേ എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ചുറ്റുമുള്ള സഹോദരരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേദനകളും എൻ്റെ വേദനയായി കരുതാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ ആ സമയം നമ്മുടെ ഹൃദയം കല്ലായി മാറുന്നില്ലേ? സ്നേഹിക്കാൻ വേണ്ടി ദൈവം തുണയായി നൽകിയ ജീവിത പങ്കാളിയെ ദിവസത്തിൻ്റെ തിരക്കുകൾ പറഞ്ഞുകൊണ്ട് മറന്നു പോവുകയും പല കാര്യങ്ങളാൽ കുടുംബജീവിതം നിസ്സംഗതമായി കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയം കല്ലായി മാറുന്നില്ലേ? നമുക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന നമ്മുടെ മാതാപിതാക്കളുടെ കഷ്ടപ്പാടും അധ്വാനവും കണ്ടില്ല എന്ന് വെച്ചുകൊണ്ട് നമുക്കിഷ്ടമുള്ള പോലെ ജീവിച്ചുകൊണ്ട് ചില സമയത്തൊക്കെ പഠനത്തിലൊക്കെ ഉഴപ്പുമ്പോൾ നമ്മുടെ ഹൃദയം കല്ലായി മാറുന്നില്ലേ? നമുക്ക് ചുറ്റും അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ, ആളുകൾ ചൂഷണം ചെയ്യപ്പെടുമ്പോൾ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു മനോഭാവത്തോടുകൂടെ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കല്ലായി മാറുന്നില്ലേ? ഓരോ ദിവസവും തൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ രൂപമായ ദിവ്യകാരുണ്യത്തിലൂടെ കർത്താവ് നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരുക്കമില്ലാതെ ഈശോയെ സ്വീകരിക്കുകയും ദിവ്യബലിയിൽ മുടക്കം വരുത്തുകയും ചില സമയത്തൊക്കെ ദൈവവചനം വായിക്കാനോ കേൾക്കാനോ താല്പര്യം കാണിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കല്ലായി മാറുന്നില്ലേ? അങ്ങനെ ജീവിതത്തിൽ നമ്മളുടെ ഹൃദയം കല്ലായി മാറുന്ന അവസ്ഥകൾ പലതാണ്. ഈ സമയം നമുക്ക് എസേക്കിയേൽ പ്രവാചകനൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ഈ ശിലാതുല്യമായ ഹൃദയം എടുത്തു മാറ്റി ഒരു മാംസളമായ ഹൃദയം എനിക്ക് നൽകണമേ. കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ആ സ്നേഹം തുളുമ്പുന്ന ഒരു പ്രതീകമായ ഒരു ഹൃദയം, നന്മയുള്ള സ്നേഹിക്കുന്ന ഒരു ഹൃദയം എനിക്കും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിലായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.